ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഭിനന്ദനായ അധ്യക്ഷൻ ഉസ്താദ് ബഷീർ ഉദവി, എന്ന നമ്മുടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ വണമ്പള്ളി മുഹമ്മദ് ഫൈസി, പദ്ധതിയുടെ വിഷയം അവതരിപ്പിക്കുന്ന സാലിഹ് കടമേരി, ഉസ്താദ് അബ്ദുൾ റഷീദ് ഫൈസി ചുങ്കത്തറ, ഉസ്താദ് അബ്ദുറഹ്മാൻ ഉദവി വാണക്കുളം, മൻസൂർ പാങ്, അസ്ലം മുബാറക് കുമ്മണ്ണ, മറ്റു പണ്ഡിത മഹത്തുക്കള്, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാ നമ്മുടെ ഇസ്ലാമിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി അതിന് തുടക്കം കുറിക്കുക എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ കുട്ടികൾക്കുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷികമാണ് നമ്മൾ 2026 കാസർഗോഡ് കുണിയിൽ വെച്ച് നടക്കുന്നത്. ആ സമ്മേളനം അത് വിജയമാക്കാനുള്ള ഒരു പദ്ധതി, അതിൻ്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല ഏറ്റവും അനുഗ്രഹീതമായ ഒരു പരിപാടിയാണിത്. തുറാസ് അഥവാ പാരമ്പര്യം, ആ പാരമ്പര്യമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഈ പാരമ്പര്യം നമുക്ക് ലഭ്യമായത് അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ആ പാരമ്പര്യമാണ് നമ്മുടെ മുൻഗാമികൾ നമ്മിലേക്ക് പകർന്നത്. ആ പാരമ്പര്യത്തിൽ നമ്മൾ ഊന്നിക്കൊണ്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിത മഹത്തുക്കളും നേതാക്കളുമൊക്കെ നമ്മിലേക്ക് പകർന്ന ആ ഒരു പാരമ്പര്യം, ആ ഒരു മാതൃക, അത് അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി നമ്മൾ പിൻഗാമികൾക്ക് നമ്മളും ഒരു മാതൃകയായി ആ മാതൃക പാരമ്പര്യമുള്ള ആ മാതൃക നമ്മൾ പിൻഗാമികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ദാറുൽ ഹുദയുടെ സ്ഥാപനങ്ങളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുമൊക്കെ വ്യാപിച്ചുകൊണ്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ദഅവത്തുമായി ഉദവികൾ അവരുടെ കർമ്മരംഗം വളരെ നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അത് പൊതുജനങ്ങൾ വിലയിരുത്തുന്ന, അവർ നമ്മെ നോക്കിക്കാണുന്നുണ്ട്. എന്താണ്
എന്ന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് മുൻഗാമികൾ നമ്മിലേക്ക് പകർന്ന ആ ഒരു നന്മ അത് ചിട്ടയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അതിന് ഉതകുന്നതായ രീതിയിലായിരിക്കണമെന്നാണ് അവസരത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്. നമുക്കറിയാം നമ്മുടെ മുൻഗാമികൾ സംസകലമേത്തലുമായുടെ ആദ്യത്തിലെ മഹാനായിരുന്ന വരക്കലുമല്ല കോഴത്തങ്ങൾ നബറല്ലാഹു മർക്കദ, അവരൊക്കെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അതിവിടെ വികലമാക്കപ്പെടാത്ത രീതിയിൽ അത് നമ്മിലേക്ക് പരമ്പരാഗതമായി ലഭ്യമായ ആ പരിശുദ്ധമായ ദീൻ അതിന് യാതൊരു കോട്ടവും തട്ടാതെ അതിൻ്റെ ആശയവും ആദർശവും ഒക്കെ ചോർന്നു പോകാത്ത രീതിയിൽ അത് മുൻഗാമികൾ എങ്ങനെയാണോ നമ്മിലേക്ക് കൈമാറിയത് അതുപോലെ അതിന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാത്ത രീതിയിൽ അത് ഇവിടെ നിലനിൽക്കണമെന്നുള്ള ഒരു ആശയവും ഉദ്ദേശവുമാണ് ഈ സംഘടന ഇവിടെ ഉണ്ടാക്കാനുള്ള ഒരു കാരണം. പരിശുദ്ധമായ ദീനിൻ്റെ ആശയവും ആദർശവും ഒക്കെ ഇവിടെ വികലമാക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു സംഘടനയ്ക്ക് ഇവിടെ അവർ തുനിഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു അതും പാരമ്പര്യമാണ് നമ്മിലേക്ക് പകർന്ന ആ പരിശുദ്ധമായ ദീൻ, ആ പാരമ്പര്യം. അപ്പം ഇന്ന് നമ്മളാണതിൻ്റെ ജീവിക്കുന്ന മാതൃകാപരമായ മാതൃകകൾ, അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മളാണ്. അത് പണ്ഡിതനാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും എല്ലാ മേഖലകളിലും നമുക്ക് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക അനുകരിക്കുക എന്നുള്ളതാണ്. അത് അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോ ദൈനംദിനത്തിലുള്ള ഓരോന്നും അത് കൃത്യമായി ആ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഭാവിയിലേക്കുള്ള ഒരു വലിയ പണ്ഡിത സഭയാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധമായ ഇസ്ലാം നമ്മിലേക്ക് അവിടുത്തെ ആ കൽപ്പനകളും അതൊക്കെ ശ്രദ്ധ വഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയിലായിരിക്കണം നമ്മളൊക്കെ നമ്മുടെ ഓരോ സന്ദർഭവും ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം നമ്മുടെ ഓരോ പണ്ഡിതന്മാരും മരിക്കണമല്ലോ കോഴത്തങ്ങൾ മുതൽ അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇവിടെ പറവണ്ണ ഉസ്താദ്, അതുപോലെ തന്നെ അബ്ദുൽ മുസ്ലിയാർ, ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ തന്നെ ഷംസുല്ലുലമ, പണിയത്ത് ഉസ്താദൊക്കെ നോക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു ആ ജീവിതം, അത് കളങ്കമില്ലാത്ത ഒരു ജീവിതം, വളരെ ആത്മാർത്ഥമായിക്കൊണ്ടുള്ള ജീവിതമാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഹൈദ്രോസ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, അദ്ദേഹം നമ്മുടെ ധാർമ്മികതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഒരു മഹാനായ പണ്ഡിതൻ, നിസ്വാർത്ഥനായ ഒരു കളങ്കവുമില്ലാതെ, ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വേഗം തോളിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ
കോട്ടക്കന്ന് കണ്ട് പോന്നിട്ട് അവിടെ ചെങ്കട്ടി ബസ് ഉണ്ടാവും. ചിലപ്പോൾ ബസ് ഇങ്ങനെ വിട്ടിട്ടുണ്ടാവുന്നതാണ്. മൂപ്പരിങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വയസ്സിനോട് കൈയാട്ടും. എന്നിട്ട് അത് കൈയാട്ടിയിട്ട് അവിടെ നിർത്തി ആ തിരക്കുള്ള ബസ്സിൽ മൂപ്പര് ഒരു യാത്രക്കാരനെ പോലെ ഒരു സാധാരണക്കാരനായി അങ്ങനെ. അപ്പോൾ ഞാനെൻ്റെ ചെറിയ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ കോഴിക്കോട്ടേക്ക് പോവുക, മൂപ്പരും കോഴിക്കോട്ടേക്ക് ചേളാരിക്കുക. അപ്പോൾ ഒരു സീറ്റിൽ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ അവസ്ഥ ഞാൻ വരുത്തി. എനിക്കൊരു സീറ്റുണ്ടോ കിട്ടിയപ്പോൾ വരുത്തി. അപ്പം എൻ്റെ മുഖത്ത് കുറേ ഇങ്ങനെ നോക്കി. അപ്പോൾ കുറച്ച് കഴിഞ്ഞേക്കിന് മുമ്പരത്തുള്ള സീറ്റ് താളിങ്ങനെ നീച്ചു പോയി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നേ. അപ്പം അങ്ങനെ കുറേ ചോദിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് എവിടെയാണ് കുട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന സ്ഥലമാണ്. അപ്പോൾ പേരൊക്കെ ചോദിച്ചു. പേര് പറഞ്ഞു. ഞാൻ അന്നെ ഒരു ഹുമൂലിൻ്റെ ആളാണ്. വല്ലാതെ എന്താല്ല അബ്ദുൽ ഹൈ. അപ്പോൾ അവിടെ ഇന്ന സ്ഥലത്ത് അവിടെ ആരെ മകനാന്ന് വെച്ചു. അപ്പോൾ പിന്നെ അറ്റക്കോയത്തങ്ങൾ തോന്നുന്നു. പിന്നെ അറ്റക്കോയത്തങ്ങൾ. അപ്പോൾ അപ്പനെല്ലാം പരിചയമുണ്ട്. അറ്റക്കോയത്തങ്ങളെ മകനാണ്. അപ്പോൾ ഒന്ന് കൈ പിടിച്ച് ചുംബിക്കൽ ഞാനാകെ ചുളിഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടി, മുപ്പര് അത്രയും വലിയ ഗാഡിയൊക്കെ നരച്ചിട്ട്. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ എന്തായി അങ്ങനെ പിന്നെ മുപ്പര അതിലങ്ങനെ വൈകി അങ്ങനെ പോയി. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് കണ്ടു. അവന് മൂപ്പരെ കാണുമ്പോൾ ഞാൻ പിന്നെ വല്ല മാറല. കാരണം ചിലപ്പോൾ ചെമ്മാട് ആ ഭാഗത്ത്, കാരണം ആളടിയിൽ മൂപ്പര് എന്തായി ഞാൻ ചെറുതായി ഞാൻ കണ്ടാൽ പിടിച്ച് കയ്യോ പിടിച്ച് കൊമ്പിക്കും. അപ്പം ഞാൻ മെല്ലെ മാറും. എല്ലാം മൂപ്പര് എല്ലാണ്ട് അവർക്കിങ്ങനെ മാറിയപ്പോഴേ മൂപ്പര് മാറിന് കണ്ടേക്കും. പിന്നെ പിടിച്ചു. ഇത് നമ്മളെ അവകാശങ്ങൾ മാറരുത് എന്ന് പറഞ്ഞ് കൈ പിടിച്ചു. ഇങ്ങനെ ഒരു വലിയ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ. അങ്ങനെ ആരും അപ്പം നമ്മളറിയുന്ന ഓരോ പണ്ഡിതന്മാരെ നമ്മളിങ്ങനെ അടുത്തറിയുമ്പോൾ അവർക്കൊക്കെ തലക്കനുമില്ല, ഒന്നുമില്ല. ആ പാരമ്പര്യത്തിലൂടെ മതപരമായ ഒരു ജീവിതം നയിക്കുന്ന പണ്ഡിതന്മാർ, വലിയ അസറുള്ള പണ്ഡിതന്മാർ. പറഞ്ഞ വാക്കിനൊക്കെ വലിയ അസറാണ്. അപ്പം ഇങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് നമ്മൾ നൂറിലേക്ക് നയിച്ച ആളുകൾ. മഹാനായ ഗണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. പലരും കേട്ടിട്ടുണ്ട്. ഗണ്ണിയത്ത് ഉസ്താദിൻ്റെ വായക്കാട് മഴലിൻ്റെ കാളിയാനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ വിഷയം എന്ന് പറയും. അപ്പം മീൻ വാങ്ങാൻ പോയിട്ട് ഒരു രൂപക്ക് അന്ന് ഒരു രൂപക്ക് എത്രയോ മത്തി, എത്രയോ ഒരു 10 മത്തിയോ അങ്ങനെ എന്താ പറഞ്ഞത്. അപ്പം അതിൽ ഉസ്താദിന് 2 ഏറെ കൊടുത്തു, 12 മത്തിയാണ്. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് 10 മത്തി ഉണ്ട്. അതിൽ ഇത്ര കറി വെച്ചോ, ഇത്ര എന്തായി, പിന്നെ പൊരിച്ചോന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നോക്കുമ്പോൾ 10 അല്ല 12 ഉണ്ട്. അതിന് മുമ്പ് അതായിട്ട് അങ്ങോട്ട് തന്നെ പോയാലോ. അവസ്ഥ ഞങ്ങൾക്ക് അന്ന് ചിന്നോട് ആദ്യം പറയണം, അല്ലെങ്കിൽ എന്തായി 12 ഹക്ക് വന്നാന്ന് വിചാരിക്കും. അപ്പം ഇങ്ങനെയുള്ള വലിയ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ച ആത്മാർത്ഥമായി അവരത്ത് നാട്ടിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വന്നു. അപ്പോൾ ആദ്യം ഏതാ പാർട്ടി എനിക്കറിയില്ല, പറഞ്ഞു കേട്ടതാ. അപ്പോൾ ആയിക്കോട്ടെ എനിക്ക് ഞാൻ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വിട്ടു. പിറ്റേന്ന് വേറൊരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ അല്ല, ഞാൻ ഇന്നലെ ഒരാൾ വന്നിന്, അയാൾക്ക് ഞാൻ വാക്ക് കൊടുത്തു, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യൂല. അത് സത്യമാണല്ലോ. ഇപ്പം ഇന്നലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, നമ്മളാണെങ്കിലും ശരി ആയിക്കോട്ടെ നിങ്ങൾക്കും ചെയ്യാറില്ല, ശരി ആയിക്കോട്ടെ, എല്ലാവരും സന്തോഷിപ്പിക്കുന്ന അതില്ല. അതുപോലെ എന്തായി നാളെ പിറ്റേന്ന് വന്ന ആളോട് അത് ചെയ്യുക. അപ്പം ഇങ്ങനെ സത്യസന്ധരായി ജീവിച്ച ആ മഹാരഥന്മാർ
അതൊക്കെ ഇൽമിൻ്റെ നിറകുടങ്ങൾ മാത്രമല്ല, എല്ലാ നിലക്കും എല്ലാ മാരിഫത്തും കിട്ടിയ വലിയ വലിയ പണ്ഡിത മഹത്തുക്കളാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വലിയ പണ്ഡിതന്മാർ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാർ. അല്ലുലമാ വറസത്തുൽ അംബിയ. ആ ഉലമാക്കൾ അംബിയാക്കൾ വാരിസ്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവരാണ് ഈ പ്രസ്ഥാനത്തിന് നമുക്ക് നേതൃത്വം നൽകിയ മഹൽ വ്യക്തിത്വങ്ങൾ. അവരൊക്കെ ഓർക്കുക, സ്മരിക്കുക. അവർക്കൊക്കെ എല്ലാ സമയത്തൊക്കെ നമുക്ക് ഫാത്തിഹയൊക്കെ ഓതി ദുആ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ നമ്മളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദന്മാർ, അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ്. മൊല്ലാക്കാന്നൊക്കെയാണ് നമ്മൾ വിളിച്ചിരുന്നത്. എങ്കിലും അവരൊക്കെ വലിയ വലിയ സൂഫികളും പണ്ഡിതന്മാരുമാണ്. അപ്പം അങ്ങനെ ആ ഒരു കാലം അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മളൊക്കെ നമ്മുടെ ഓരോ കഴിവും ഓരോ സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നാണ് അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നാൽ എല്ലാ നിലക്കും എല്ലാ അർത്ഥത്തിലും എല്ലാ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയും മറ്റും പലതും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതൊക്കെ നല്ലതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തി നല്ലവരായി ജീവിക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് രണ്ട് ലോകത്തും ഉപരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മാറ്റാൻ നമ്മുടെ ശ്രമം ഉണ്ടാവണമെന്ന അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മൾ കബൂലാക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളൊക്കെ ഉദവികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലകൾ ഞാൻ പല ഭാഗങ്ങളും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉദവികൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പലപ്പോഴായി അന്ന് ഓർക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംസ്ഥയുള്ള ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഈ മഹിതമായ സംഘടന, അത് ആ സുന്നത്ത് ജമാഅത്തിൻ്റെ രേഖയിൽ നടക്കുന്ന നമ്മുടെ ഈ സംഘടന, അതിനെ നമ്മൾ ശിഥിലമാക്കാതെ അത് പല പ്രതിസന്ധികളുമൊക്കെ കടന്നു പോകുന്നുണ്ട്. ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളൊക്കെ വളരെ ശ്രദ്ധിച്ചായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എന്ന ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ കൊണ്ട് ആരെയും അല്ലാഹു തആല പഠിച്ച ഒന്നിനും, മനുഷ്യനല്ല ഒന്നിനും നമ്മളെ കൊണ്ടൊരു വിഷമം ഉണ്ടാവരുത് എന്നാണ് നമ്മളെ തിയറി. ഏതൊരു വസ്തുവാകട്ടെ, ഏത് ജീവജാലങ്ങൾ ഏതായാലും അള്ള പഠിച്ച ഒന്നിനും നമ്മെക്കൊണ്ട് ഒരു വിഷമം ഉണ്ടാവാത്ത രീതിയിൽ, അത് വാക്കുകൊണ്ടായാലും പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും. അവർക്ക് മുസ്ലിം എന്ന് പറയാം. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. അപ്പം അങ്ങനെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പരിശ്രമം ഉദ്യമം ഉണ്ടായിരിക്കണം. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഈ ക്യാമ്പയിൻ്റെ സമാപനം 5-ാം തീയതിയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനം അത് വേറിട്ട് തന്നെ നമുക്ക് അത് മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി നമ്മുടെ പ്രവർത്തനം മാറട്ടെ എന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവൻ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.